നോക്കാൻ പോകുന്ന എങ്ങനെ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ടൈം മെഷീൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. എങ്ങനെ ഒരു ടൈം മെഷീൻ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു. നോട്ട് ആക്ച്വലി ഹൈപ്പോതെറ്റിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി. ഭാവിയിൽ പക്ഷേ നിങ്ങളോ ആരെങ്കിലും ഒക്കെ ഈ ടൈം മെഷീൻ ഉണ്ടാക്കിയതിരിക്കാം. എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലുക്ക്. ടൈം മെഷീനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ആദ്യം ടൈം ട്രാവലിനെ കുറിച്ചിട്ട് അറിയണം. ടൈം ട്രാവലിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ മികച്ചെന്ന് ഒന്ന് രണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബേപ്പൂർ സുൽത്താനെയും ഉമേഷ് അമ്പാടിയുടെ ഒക്കെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കേണ്ടതാണ്. നമ്മൾ അതിനെപ്പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമേ തരുന്നുള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് താഴെ നമ്മൾ ആ ലിങ്ക് കൊടുക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് ടൈം ട്രാവൽ എന്ന് നോക്കാം. തീർച്ചയായിട്ടും സമയം എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അഥവാ വെലോസിറ്റി കൂടുന്തോറും സമയം കുറയും. ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ എക്സ്പീരിമെൻറ്റ്സ് നടത്തി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാവിറ്റിയും സമയത്തെ ചുരുക്കും. വേഗത കൂടുന്തോറും നമുക്ക് ചുറ്റുമുള്ള സമയം ഡൈലേറ്റ് ആവും അല്ലെങ്കിൽ ചുരുങ്ങും. അതേപോലെ തന്നെ ഗ്രാവിറ്റിയും സമയത്തെ സ്ലോ ആക്കുന്നുണ്ട്. ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളുമാണ് അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുമാണ് സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ടൂൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടേ നമുക്ക് സമയത്തിൽ ഫ്യൂച്ചറിലേക്ക് പോകാൻ കഴിയൂ അല്ലെങ്കിൽ ടൈം ട്രാവൽ നടത്തുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ എന്താണ് ടൈം ട്രാവൽ നിങ്ങൾ മനസ്സിലാക്കി. ഇനി എങ്ങനെ ഒരു ടൈം മെഷീൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. നമുക്കൊരു ടൈം മെഷീൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിൻ വേണം. കാരണം നമ്മൾ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ടൈം ഡൈലേഷൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് കൂടുതലായി വരികയും നമുക്ക് എളുപ്പത്തിൽ ടൈം ട്രാവൽ ചെയ്യുവാൻ അല്ലെങ്കിൽ കൂടുതൽ ദൂരം അല്ലെങ്കിൽ കൂടുതൽ സമയം ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന വാഹനം തീർച്ചയായിട്ടും അത്രയും വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വെലോസിറ്റിയെയും പ്രഷറിനെയും ഉയർന്ന ഹീറ്റിനെയും എല്ലാം ഓവർകം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്തിട്ടുണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇതിനേക്കാളെല്ലാം ഉപരി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഫിനോമിനകളുണ്ട്. ലെങ്ത് കൺട്രാക്ഷൻ എന്നെല്ലാം പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നീളം കുറയും, നിങ്ങളുടെ മാസ് അഥവാ വെയിറ്റ് ഇൻഫിനിറ്റി ആകും, എന്ന് വെച്ചാൽ വളരെ കൂടുതലാകും. ഇതിനെല്ലാം ഓവർകം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ടോ മറ്റോ നിങ്ങൾക്ക് നിർമ്മിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതും ഈ ടൈം ട്രാവൽ മെഷീൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം ഇത്രയും ഉയർന്ന പ്രഷറും വെലോസിറ്റിയും താകുന്നതിനേക്കാളെല്ലാം ഉപരി ഇത്തരത്തിലുള്ള ഫിനോമിനകൾ കൂടെ ഓവർകം ചെയ്താൽ മാത്രമേ ടൈം ട്രാവൽ എന്ന് പറഞ്ഞ വിഷയം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ടൈം ട്രാവൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധ്യമായ എഞ്ചിനോ ഫ്യൂവലോ നിർമ്മിച്ചെടുക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഭാവിയിൽ സാധ്യമായി കൂടായികയുമില്ല. തീർച്ചയായും എന്തെങ്കിലുമൊക്കെ സാധ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നേ വരെ കണ്ടുപിടിച്ച വസ്തുക്കളിൽ വെച്ച് പ്രകാശത്തിന് മാത്രമേ ഇത്രയും ഉയർന്ന വേഗത അറ്റൈൻ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇത്തരം ടൈം ട്രാവൽ മെഷീനുകൾ നിർമ്മിച്ചെടുക്കുക അസാധ്യമാണെന്ന് പറയില്ല. എന്നാൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് അത്ര കണ്ട് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ടൈം മെഷീൻ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഇതല്ലാതെ വേറെയും ചില മാർഗങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ടൈം മെഷീൻ നേച്ചറായിട്ട് അല്ലെങ്കിൽ നാച്ചുറലിൽ തന്നെ ഒരുപാട് ടൈം മെഷീൻ ഉണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സമയത്തെ വളരെയധികം എഫക്റ്റ് ചെയ്യുമെന്ന്. അതേപോലെ തന്നെ ഗ്രാവിറ്റി ഏറ്റവും കൂടിയൊരു സംഭവമാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുകൂടെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസോണിലൂടെ നിങ്ങൾക്കൊരു വാഹനം ഓടിച്ച് ചെല്ലാൻ കഴിഞ്ഞാൽ സമയത്തിൽ ഒരുപാട് ദൂരം മുമ്പിലേക്ക് എത്തുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. കാരണം ഇവൻറ്റ് ഹൊറൈസോണിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഏകദേശം പ്രകാശത്തിൻ്റെ വേഗത അറ്റൈൻ ചെയ്യുവാൻ നേടിയെടുക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗ്രാവിറ്റിയും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അവിടുത്തെ സമയം കുറയ്ക്കാൻ അല്ലെങ്കിൽ സമയം ലഘൂകരിക്കാൻ അല്ലെങ്കിൽ സ്ലോ ആക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇനിയും 1-2 ടൈം ട്രാവൽ മെത്തേഡ്സ് കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ടൈം. ബൈ.